പാലക്കാട് വാണിയംകുളത്തെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ റിമാൻഡിലായ സി രാഗേഷിനെ വീണ്ടും ബ്ലോക്ക് സെക്രട്ടറിയാക്കി നേതൃത്വം. പ്രതിനിധികളിൽ ഒരു വിഭാഗം വിഷയം ഉന്നയിച്ചെങ്കിലും നേതൃത്വം ലഘൂകരിച്ചു എന്നാണ് ഉയരുന്ന ആക്ഷേപം. ആയിഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ. ഉന്മേഷ്, കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. ഡിവൈഎഫ്ഐ മുൻ മെമ്പറായ ദിനേശിനെ ഈ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം രാത്രിയിൽ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ദിവസങ്ങളോളമാണ് ദിനേശ് അന്ന് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ഈ ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും റിമാൻഡിൽ വിടുകയും ഒക്കെ ചെയ്തതാണ്. ഈ ഒരു വിഷയം നിലനിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരെ ചില നേതാക്കൾ മാത്രമാണ് ഇത് തള്ളിക്കളയേണ്ട വിഷയമാണ്, ഒരു കാരണവശാലും പാർട്ടി ഇത് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില നേതാക്കൾ രംഗത്തെത്തിയെങ്കിൽ പോലും ഔദ്യോഗികമായുള്ള ഒരു വിശദീകരണമോ ഒരു പാർട്ടിയിൽ ഉണ്ടാകാറുള്ള സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഒരു നടപടിയോ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും സമ്മേളനം ചേർന്ന് ഈ പ്രതിയായിരുന്ന സി രാഗേഷിനെ തന്നെ വീണ്ടും ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി ആക്കി നേതൃത്വം നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയൊരു വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നുണ്ട്. ഇത്തരം ശരി ഷംന, പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.